ഷെഫ് സീക്രട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഷെഫ് സീക്രട്ടിൽ താറാവിൽ തയ്യാറാക്കിയ ഒരു സ്പെഷ്യൽ വിഭവമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. കാന്താരി താറാവ്. നമ്മളിവിടെ 1.5 കിലോയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതിന്റെ മറ്റ് ഇൻഗ്രീഡിയൻസുകൾ പരിചയപ്പെടാം. കാന്താരി മുളക് ആവശ്യത്തിന്, ചെറിയ ഉള്ളി ആവശ്യത്തിന്, കറുകപ്പട്ട ആവശ്യത്തിന്, ജാതിപത്രി ആവശ്യത്തിന്, പെരുംജീരകം ആവശ്യത്തിന്, ഇഞ്ചി അരിഞ്ഞത് ആവശ്യത്തിന്, ഗ്രാമ്പു ആവശ്യത്തിന്, പച്ചമുളക് ആവശ്യത്തിന്, സൺഫ്ലവർ ഓയിൽ 3 തവി, തേങ്ങാപ്പാൽ ആവശ്യത്തിന്, പുതിന ആവശ്യത്തിന്, മല്ലിയില ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, സ്പ്രിംഗ് ഓണിയൻ ആവശ്യത്തിന്, രംഭയില ആവശ്യത്തിന്. നമുക്കിനി ഇത് തയ്യാറാക്കുന്ന വിധത്തിലേക്ക് കിടക്കാം. ആദ്യം അടുപ്പിൽ മൺചട്ടി വെച്ച് ചൂടാകുമ്പോൾ 3 തവി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി അരിഞ്ഞത്, ആവശ്യത്തിന് കറുവപ്പട്ട, ജാതിപത്രി, 200 ഗ്രാം ചെറിയ ഉള്ളിയും ഇട്ട് നന്നായി ഒന്ന് വഴറ്റുക. ഇതിലേക്ക് 1 സവാള അരിഞ്ഞത്, 2 തക്കാളി അരിഞ്ഞത്, 3 തൊണ്ടൻ മുളകും ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഈ കൂട്ടിലേക്ക് ഉപ്പ് ആവശ്യത്തിന്, വറ്റൽ മുളക് 2 എണ്ണം, സ്പ്രിംഗ് ഓണിയൻ ആവശ്യത്തിനും ഇട്ട് നന്നായി ഒന്ന് ഇളക്കുക. ഇതിലേക്ക് മല്ലിയിലയും കാന്താരി മുളകും കറിവേപ്പിലയും കൂടിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കുക. അതിനുശേഷം ഈ കൂട്ടിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1.5 കിലോ താറാവ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് പച്ചമുളക്, കാന്താരിമുളക്, പെരിഞ്ജീരകം, വെളുത്തുള്ളി, ഗ്രാമ്പു, കുരുമുളക്, ഏലക്ക എന്നിവ ചേർത്തരച്ച കൂട്ടും ഇതിലേക്കിട്ട് നന്നായി ഇളക്കുക. ഈ കൂട്ടിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് രംഭയിലയും കൂടിയിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റുക. എന്നിട്ട് മുളക് പൊടി കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി താറാവ് വെന്ത് വരാൻ വേണ്ടി അതിനെ മറ്റൊരു മൺചട്ടി വെച്ച് മൂടുക. താറാവ് വെന്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കുക. ഇതോടെ നമ്മുടെ കാന്താരി താറാവ് റെഡി. എരിവ് വിഭവം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ കാന്താരി താറാവ് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോ നിങ്ങൾ എന്തായാലും ഈ വിഭവം ട്രൈ ചെയ്യണം. ഒപ്പം ഇതുപോലത്തെ രുചികരവും വ്യത്യസ്തവുമായ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.